എമർജൻസി ആയിട്ട് പോകുന്ന ആളുകൾക്ക് ഭയങ്കര സുഖമായിരിക്കും. ഇവിടെ ഒരുപാട് ഹോസ്പിറ്റൽസിലതാണ്. അപ്പോൾ സിഗ്നൽസ് വരികയാണെങ്കിൽ അത് വളരെ നല്ലൊരു കാര്യമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാവരും സിഗ്നൽ പാലിക്കുകയാണെങ്കിൽ വളരെ സന്തോഷമായിട്ട് ക്ലിയർ ആയിട്ട് പോകും. പെരിന്തൽമണ്ണ ബൈപ്പാസ് ജംഗ്ഷനിൽ ട്രാഫിക് സിഗ്നൽ ലൈറ്റുകൾ തെളിയുന്നു. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ട്രാഫിക്കിൽ സിഗ്നൽ ലൈറ്റുകൾ പ്രവർത്തനരഹിതമായതിനെ തുടർന്ന് ചാനൽ 10 നിരന്തരം വാർത്ത നൽകിയിരുന്നു. നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കയ്യൊപ്പ് അർബൻ ഗ്രാമീൺ സൊസൈറ്റി ഗോൾഡ് ലോൺ. പെരിന്തൽമണ്ണ നഗരത്തിലെത്തുന്ന വാഹനയാത്രികർക്കും കാൽനടയാത്രക്കാർക്കും ഒരുപോലെ ഭീതി വിതയ്ക്കുന്ന ഗതാഗത തടസ്സത്തിന് പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിലെ ബൈപ്പാസ് ജംഗ്ഷനിൽ നിശ്ചലമായി കിടക്കുന്ന സിഗ്നൽ ലൈറ്റുകൾ തെളിയുന്നതോടെ ഒരു പരിധിവരെ പരിഹാരം കാണാനാകും. നഗരത്തിലെ പ്രധാന പാതയിലെ സിഗ്നൽ സംവിധാനം നിലച്ചിട്ട് കാലങ്ങളായിരുന്നു. സിഗ്നൽ സംവിധാനം പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് ചാനൽ 10 നിരവധി തവണ വാർത്ത നൽകിയിരുന്നു. ദിനംപ്രതി ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന പെരിന്തൽമണ്ണ നഗരത്തിലെ ഒരു പ്രധാന പാതയാണിത്. ട്രാഫിക് പോലീസിന്റെ കഠിനമായ പരിശ്രമം മൂലമാണ് ബൈപ്പാസ് ജംഗ്ഷനിൽ രൂക്ഷമായ ഗതാഗത തടസ്സം നേരിടാത്തത്. എങ്കിലും ടൈമർ സംവിധാനമില്ലാത്തതിനാൽ വാഹനങ്ങൾ ഒരുപാട് സമയം കാത്തുകിടക്കേണ്ട അവസ്ഥയിലാണ്. നിലമ്പൂർ, കോഴിക്കോട്, പാലക്കാട് ഭാഗങ്ങളിൽ നിന്നും വരുന്ന നിരവധി വാഹനങ്ങൾ ഈ ബൈപ്പാസിലൂടെയാണ് കടന്നു പോകുന്നത്. ആശുപത്രികളുടെ നഗരമായ പെരിന്തൽമണ്ണയിലെ പ്രധാന ആശുപത്രികളിലേക്കെത്താൻ കോഴിക്കോട് ഭാഗത്തു നിന്ന് വരുന്ന രോഗികൾക്ക് ആശ്രയിക്കേണ്ടതും ഈ ബൈപ്പാസ് ജംഗ്ഷനെ തന്നെ. അങ്ങാടിപ്പുറത്തെ ഗതാഗതക്കുരുക്കിൽ നിന്നും മോചനം നേടി പെരിന്തൽമണ്ണ ബൈപ്പാസ് ജംഗ്ഷനിലെത്തുമ്പോൾ അവിടെയും കാത്തുകിടക്കേണ്ട അവസ്ഥ. ഇതിനെല്ലാം പരിഹാരം കാണാൻ സിഗ്നൽ സംവിധാനം പുനഃസ്ഥാപിക്കുന്നതിലൂടെ സാധ്യമാകും. ദിനംപ്രതി ബൈപ്പാസ് ജംഗ്ഷനിലൂടെ കടന്നു പോകുന്നവർക്ക് സിഗ്നൽ ലൈറ്റുകൾ വളരെ ഉപകാരപ്രദമായിരിക്കുമെന്നും പോക്കറ്റ് റോഡുകൾ വരുന്നതിലൂടെയും റോഡ് വീതി കൂട്ടുന്നതിലൂടെയും ഗതാഗത തടസ്സം പൂർണ്ണമായും നിയന്ത്രിക്കാൻ സാധിക്കുമെന്നും വാഹനയാത്രികർ പറയുന്നു. അങ്ങാടിപ്പുറം ആ പാലത്തിൻ്റെ അവിടെയുള്ള ആ ബ്ലോക്ക് കഴിഞ്ഞിട്ടാണ് ഇവിടെ എത്തുന്നത്. ഇവിടെ ആണെങ്കിൽ ഭയങ്കര ബ്ലോക്ക്. അപ്പോൾ ഈ സിഗ്നൽസ് ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കതൊക്കെ ഒന്ന് സുഖമായിരിക്കും. വളരെ ഈസി ആയിട്ട് നമ്മളെ ഡെസ്റ്റിനേഷനിൽ എത്താൻ പറ്റും. പെട്ടെന്ന് പ്രത്യേകിച്ച് എമർജൻസി ആയിട്ട് പോകുന്ന ആളുകൾക്ക് ഭയങ്കര സുഖമായിരിക്കും. ഇവിടെ ഒരുപാട് ഹോസ്പിറ്റൽസിലതാണ്. അപ്പോൾ ഈ സിഗ്നൽസ് വരികയാണെങ്കിൽ അത് വളരെ നല്ലൊരു കാര്യമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ജംഗ്ഷനിൽ എത്തുന്നത് വരെ 2-3 ലൈനായിട്ടാണ് വാഹനങ്ങൾ വരുന്നത്. അത് ഇവിടെ എത്തുമ്പം എന്തായാലും ബ്ലോക്കാവും. അപ്പോൾ ഈ ബ്ലോക്ക് ആവുന്നതിന് ഈ ഒരു വിഷയം കാരണമാണ്. അത് പോലീസുകാരുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇതുവരെ വരുന്നത് 2 വരിയായിട്ടോ 3 വരിയായിട്ടാണ്. ആ ഒരു ബ്ലോക്ക് കാരണം നല്ല പ്രയാസമാണ്. എല്ലാവരും സിഗ്നൽ പാലിക്കുകയാണെങ്കിൽ വളരെ സന്തോഷമായിട്ട് ക്ലിയർ ആയിട്ട് പോകും. പക്ഷേ അങ്ങനെ വെയിറ്റ് ചെയ്യുമ്പോഴും ആ 2 മിനിറ്റ് പാസിങ് കഴിഞ്ഞാൽ ബാക്കിൽ വണ്ടികൾ ക്യൂ ആണ്. അത് നമുക്ക് മാറ്റാൻ കഴിയില്ലല്ലോ. പിന്നെ നമുക്ക് ഇതിനാകെ പോകും വഴി പോക്കറ്റ് റോഡുകളാണ്. അത് പോക്കറ്റ് റോഡ് ക്ലിയർ ചെയ്യാതെ ഇവിടെ സിഗ്നൽ വെച്ചുകൊണ്ട് ഈ വലിയൊരു ക്യൂ നമുക്ക് നിർത്താൻ കഴിയില്ല. വെയിലും മഴയും വകവയ്ക്കാതെ ഏറ്റെടുത്ത ജോലി കൃത്യമായി നിർവഹിക്കുന്ന ട്രാഫിക് പോലീസിനും സിഗ്നൽ സംവിധാനം പുനഃസ്ഥാപിക്കുന്നത് ഏറെ ഉപകാരപ്രദമായിരിക്കും. കാലങ്ങളായി ട്രാഫിക് ജംഗ്ഷനിലൂടെ യാത്ര ചെയ്യുന്ന വാഹനയാത്രികരുടെ ദുരിതത്തിനാണ് ഈ സിഗ്നൽ സംവിധാനം പുനഃസ്ഥാപിക്കുന്നതിലൂടെ പരിഹാരമാകുന്നത്. ക്യാമറാമാൻ സുനിൽ മോഹനൊപ്പം അശ്വിനി മോഹൻദാസ്, ചാനൽ 10 പെരിന്തൽമണ്ണ. സ്കൂൾ വിദ്യാഭ്യാസം LKG മുതൽ +2 വരെ വിജയകരമായി പൂർത്തിയാക്കാം. ശാന്തമായ പഠനാന്തരീക്ഷത്തിൽ പഠനത്തിലും കലാകായിക രംഗങ്ങളിലും മികച്ച സ്ഥാപനം. ISS സീനിയർ സെക്കൻഡറി സ്കൂൾ, പൊന്നിയാംകുറിശി.